എന്താ ടെൻഷൻ? അല്ല ബോട്ടൽ ആവശ്യമില്ലാത്ത ഊരി വെച്ചിട്ടുണ്ട്, എന്തിനാ? എന്താശാനെ എന്താണ് ഒരു ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല. ഞാൻ ആലോചിച്ചതേ, ഈ വണ്ടിയുടെ പണി കഴിയുമ്പോ ഏകദേശം ഒരു 50,000 രൂപ നമ്മുടെ കയ്യിൽ വരും. അല്ല അത് മുഴുവൻ എന്റെ പൈസ അല്ല, സാധനങ്ങൾ മേടിച്ചെന്നെ ഒക്കെ ഉണ്ട്, പിന്നെ നിങ്ങളുടെ സാലറി ഒക്കെ ഉണ്ടായില്ലേ. പക്ഷെ അത് ഒരു മാസത്തേക്കൊന്ന് നമ്മള് ഒന്ന് സസ്റ്റെയിൻ ചെയ്താലേ, അതായത് ഇത് നേരെ സൊസൈറ്റിയിലേക്ക് അങ്ങോട്ട് ഫിക്സഡ് ഇട്ടാലേ ഒരു 350 രൂപയെങ്കിലും ആ ഒരു മാസം നമുക്ക് കിട്ടും. അല്ല നിങ്ങളുടെ സാലറി ഞാൻ അതിന്റെ ഉള്ളില് തരും, അത് വേറെ കാര്യം. അത് തരണല്ലോ. അത് തരും. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ഫിക്സഡ് ഒരു 50 രൂപ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടിടാൻ പറ്റും. അതിന്റെ മുകളിൽ ഒരു 350 ഉറുപ്പ്യ കിട്ടും. മനസ്സിലായില്ലേ? അതെ, ഈ സംഘങ്ങളെല്ലാം മുങ്ങി പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ 300 പോയി, എന്റെ ശമ്പളം പോയി. എന്തിനു വേണ്ടാത്ത പണിയെടുക്കുന്നത്? ചെയ്തേ ഞാൻ പെയിന്റ് അടിച്ചേ. നെഗറ്റീവ് അല്ലാണ്ടൊന്നും വരില്ലേ. ആശാനെ ചായ കുടിച്ചു പോന്ന നീ ഇത് എത്രാമത്തെ ചായയുടെ കുടിക്കണേ? ഒരു 5-6 കുടിക്കുമല്ലോ ദിവസം, അത് ആവശ്യമല്ലേ, നമുക്ക് ഊർജ്ജമല്ലേ ആശാനെ. ഇതെല്ലാം അടിക്കുമ്പോ എന്താണ് എന്ത് ഊർജ്ജം എന്നാ നീ പറയണേ? എടാ ഞാൻ ഇവിടുന്ന് ഒരു 10,000-2,500 ഉറുപ്പ്യ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കണ്ട. എങ്ങനെയും നിനക്ക് ശമ്പളം എന്താ? 750 ഉറുപ്പ്യാണ്. ഞാൻ കുടിക്കുന്നത് എന്താ? കട്ടൻ ചായയാണ്. എന്താ കാര്യം? എന്ത് കാര്യം? എടാ നീ കുടിക്കുന്ന ചായക്ക് കട്ടൻ ചായയുടെ വില അല്ല, 2 ഉറുപ്പ്യ കൂടുതലാ. ഞാൻ ഒരു ദിവസം കുടിക്കുന്ന ആ ഒരു കട്ടൻ ചായന്ന് 2 ഉറുപ്പ്യ ലാഭിക്കുമ്പോ എനിക്ക് മാസത്തിൽ എത്രയായി? 60 ഉറുപ്പ്യായി. ഇത് 10 മാസത്തേക്ക് എത്രയായി? 600 ഉറുപ്പ്യായി. നമ്മുടെ ഒരു ശ്രദ്ധ, നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടെ ജീവിച്ച നമ്മുടെ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് നടത്തി പോകാൻ പറ്റും. എനക്ക് എന്ത് ഭംഗി കുറവല്ലേ? ഞാൻ പാൽ ചായ കുടിക്കുന്നുണ്ട്, വൈകുന്നേരം 60 അടിക്കുന്നുണ്ട്, നല്ല ഊർജ്ജം ആവുന്നുണ്ട്, വീട്ടിൽ പോകുന്നുണ്ട്, അടിപൊളി ആവുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. നിന്റെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നിനക്ക് നിന്റെ ഭാര്യ ഇപ്പൊ ഗർഭിണിയല്ലേ? അതെ, 3-ാം മാസം 10 പ്രസവിക്കും. അതിന്റെ ഒരു 6 മാസം കൂടി അങ്ങോട്ട് കഴിയുമ്പോ പ്രസവിക്കും. അത് ഉറപ്പല്ലേ? അത് ഇതാന്ന് പറയുമ്പോ ആവും, ഇപ്പൊ തന്നെ ആവും അത്. ഈ 6 മാസം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊന്ന് പറഞ്ഞിട്ട് വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാവും. ആ സമയത്ത് ചെലവെന്താന്ന് വിചാരം? ചായ കുടിച്ചിരുന്നാ മതിയാ? അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓള് പ്രസവിക്കട്ടെ, ഓള് പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കും. ചായ കുടിച്ചോ? ഞാനുണ്ടായിട്ടേ അല്ലല്ല, ഇതൊക്കെ മണ്ണിലാ പ്രസവിച്ചത് എന്റെ അമ്മ. പറഞ്ഞാലേ മനസ്സിലാവണവരടുത്താ പറഞ്ഞിട്ട് എന്താണ് ചെലവുണ്ട്. ഒന്നും അറിയത്തില്ല, കള്ളൻ ലോട്ടറി അടിച്ചാ. ലോട്ടറി അടിച്ചു. മണ്ണേട്ടാ, അതൊരു ആകെ ഒരു 5,000 ഉറുപ്പിക കേസാത്. ഇതാ കുഴപ്പം. 40 ഉറുപ്പ്യ മുടക്കിയപ്പോ 5,000 ഉറുപ്പ്യ കിട്ടിയില്ലേ? അതിനിപ്പോ 100 രൂപ ആയാലും 5,000 ആയാലും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ചെലവ് ചെയ്യണം, സമ്മാനത്തോടെ വേണം. അത് പറ്റില്ലാതെ പറയല്ലേ? ചിക്കൻ ബിരിയാണി അത് മേടിക്കാം. എന്നാ എല്ലാവർക്കും ഞാൻ കട്ടൻ ചായ കുടിക്കില്ല, അവിടുന്ന് എല്ലാവരും ഓരോ കട്ടൻ ചായ കുടിച്ചോ. കട്ടൻ ചായ അല്ലാതെ ഈ 5,000 ഉറുപ്പ്യ പൈസ ചെലവാക്കുമല്ലോ, അറിയണമല്ലോ. കേട്ടോ, ഇത് എന്റെ കണ്ണ് പറ്റണല്ലേ, കണ്ണട മേടിച്ചു വെച്ച് ഇങ്ങനെ കിടന്ന് വായിക്കണ്ട ഏട്ടാ. 3 ബൂസ്റ്റ്. ബൂസ്റ്റ് 3 ആയിക്കോട്ടെ. ബൂസ്റ്റ് അല്ല എല്ലാവർക്കും? ബൂസ്റ്റ് എനിക്ക് വേണ്ടട്ടാ. എനിക്ക് ബൂസ്റ്റ് വേണ്ട, എനിക്ക് കട്ടൻ ചായ മതി. 12 രൂപ ഈ ഒരു വടക്ക്. നീ കഴിക്കണ്ട, കാശ് ഞാനാ കൊടുക്കണ, വേണമെങ്കിൽ കഴിക്കും. ഞാൻ പറഞ്ഞതാണ് ചേട്ടാ. ഈ ഇലയുടെ ഇല മാത്രല്ലേ ഉള്ളൂ, കേട്ടാ. നിങ്ങൾ ഇന്നലെ നമ്മുടെ ആ സുമേഷ് ചേട്ടനോട് ഇങ്ങനെ സെക്യൂരിറ്റി പണിക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയത്? അത് സൂപ്പർ മാർക്കറ്റില്. അല്ല അവിടെ ആവശ്യമുണ്ടോ? അവിടെ ഒരാൾ ആവശ്യമുണ്ട്. ആളുണ്ട്. ഞാൻ തന്നെ പണി മതി വെക്കാം.
അല്ല അത് ഇവിടെ വൈകുന്നേരം വരെ നിന്ന് പിന്നെ പിന്നെ പിള്ളേരാരെങ്കിലും നിൽക്കുമല്ലോ, നമുക്ക് രാത്രി നിൽക്കാലോ അവിടെ. നൈറ്റാ ആ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് നീ നൈറ്റ് ഉറങ്ങാണ്ട് അവിടെ പോയി സെക്യൂരിറ്റി പണി ചെയ്യാൻ പോണം. ഇത് നിനക്ക് പ്രാന്തണ്ടടാ? ഉറങ്ങാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നാലും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കൊന്നുമില്ല എന്റെ വന്നതാട്ടാ. അതിപ്പോ അവിടെ ഇരുന്ന് ആലോചിച്ചാ പോരെ, മാസം ശമ്പളം കിട്ടും. കഷ്ടമാണ് ശീതള നിന്റെ കാര്യം. ആഹാ കഷ്ടം. ഒരു കഷ്ടമില്ല എന്റെ മണ്ണതേട്ടാ. പല തുള്ളി പെരുവെള്ളം, അതാണ് എന്റെ കൺസെപ്റ്റ്. അവസാനം വെള്ളത്തിലാവും. വാ 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 ഇരിക്ക്. എന്റെ ഇവിടെ പോകണത് ചേർന്നു. ആ നീ ഇപ്പൊ വന്നത് നന്നായി. ഞങ്ങളെ ആ തുണിക്കട വരെ ഒന്ന് പോവാനേ, തുണി എടുക്കാനേ. അതെ, അത് എടുത്തു കഴിഞ്ഞില്ലേ? ഇനി 2 ദിവസം കഴിഞ്ഞ കല്യാണമല്ലേ? അതല്ല, ലിസ്റ്റ് ഇങ്ങനെ ഇട്ട് വന്ന് നോക്കിയപ്പോഴേ ഇവളുടെ വകയിലെ 2 വല്യമ്മമാരെ പേര് മറന്നുപോയി. അപ്പൊ അവർക്ക് കല്യാണത്തിന് ഓള് കൊടുത്ത അനുഗ്രഹം മേടിക്കാൻ വേണ്ടി 2 സെറ്റ് സാരി എടുക്കണം. പ്രായവരെ അവർക്ക് കൊടുക്കേണ്ട അത്യാവശ്യം. പിന്നെന്താ വിളിപ്പിച്ചെന്നറിയോ? താലികെട്ട് കഴിഞ്ഞ ഓഡിറ്റോറിയത്തിലെ കല്യാണ ദിവസം 1000 പേർക്ക് സദ്യ 2 തരം പായസം അത് കൊടുക്കും. ഓക്കെയാണ്. അതിന് 15 പെണ്ണുങ്ങളും വേണം. അത് ഈ പായസം മേനകത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ പായസം നമുക്ക് ചിരട്ടയില കൊടുത്താലോ? ചിരട്ടല്ല, അയ്യേ ചിരട്ടയില പായസം. ആടി ഞാനിപ്പോ ഈയിടെ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോ ഉണ്ട് പായസം ചിരട്ടയില. ചിരട്ടയില് അങ്ങനെ ചുരണ്ടി വൃത്തിയാക്കിട്ട് മിനിന്നിങ്ങനെ ചിരട്ടയെന്ന് തോന്നില്ല, അത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള ചിരട്ടയിലാണ് ഈ പായസം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. ഭയങ്കര വെറൈറ്റി അത്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പരീക്ഷിക്കാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അത് കാശ് അധികം വരരുതിട്ടാ. കാശൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ? ഓക്കെ, എന്നാ ഇറങ്ങട്ടെ. എന്റെ ആവശ്യത്തിന് വിളിച്ചാൽ ആ മതി. ശരി ഓക്കെ. അല്ലടി ആ പന്തലിന്റെ ആൾക്കാർ ഇന്ന് രാവിലെ വരാ പറഞ്ഞല്ലേ? നിങ്ങൾ വിളിച്ചില്ലേ അപ്പൊ അവരാ? ഞാൻ അവനോട് 2 ദിവസം മുമ്പ് തന്നെ പന്തലിടണം, മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ചളിയാവുമെന്ന് പറഞ്ഞതാ. നമ്മള് വിളിച്ച് ഓർമ്മിപ്പിക്കണ്ടേ? ഹലോ, ആ രാജപന്തല്ലേ? രാജനല്ലേ? ആ ഞാൻ സുഗതനാണേ. ആ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് അപ്പൊ ഇന്ന് രാവിലെ പന്തലിടം വരാ പറഞ്ഞല്ലേ? കല്യാണം ഓഡിറ്റോറിയത്തിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല, മുറ്റത്തൊരു പന്തലിടണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആ ഉച്ചക്ക് വന്നോ, നാളെ തന്നെ പന്തൽ പണി കഴിയണം കേട്ടോ. ആ ശരി. കല്യാണൊക്കെ ഒന്നും പറയണ്ട ശീതള. ക്ഷണൊക്കെ കഴിഞ്ഞില്ലേ? ക്ഷണൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴേ നമ്മൾ ഓരോന്ന് ഇങ്ങനെ വിട്ടുപോയി. അങ്ങനെ കല്യാണം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. വല്ലാതെ ചക്രശ്വാസം വലിച്ചുട്ടോ ഞാൻ. അല്ല, സ്വർണം കാര്യങ്ങളൊക്കെ? സ്വർണ്ണപ്പോ ഒരു 25 പവനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊരു 10-15 പവന്റെ ഒക്കെ ബിൽഡൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പുറമെ ഒരു 10 പവനും കൂടി എടുക്കേണ്ടി വന്നു. ശരി. ഇപ്പൊ എത്ര ഇപ്പൊ റേറ്റ്? ഇപ്പൊ 66,800 ആയില്ലേ ഇപ്പോ? 66,800 പവന് 66,800. എന്താ ചെയ്യല്ലേ? അതെ, ഞാൻ ആ സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് രഞ്ജിത്ത് നമ്മൾക്ക് അറിയണ ഒരാളാണല്ലോ. അവനോട് ചെന്ന് സങ്കടമൊക്കെ പറഞ്ഞു നോക്കിയപ്പോ ഒരു 5 ലക്ഷം ഉറുപ്പ്യ അവിടുന്ന് കിട്ടി. നമ്മുടെ വീടിന്റെ ആധാരം വെച്ച് നോക്കിയപ്പോ 5 ലക്ഷം ഉറുപ്പ്യ കിട്ടി. അതും പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും. പിന്നെ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ കുടുംബക്കാരെ അവരൊക്കെ സഹായിച്ച അങ്ങോട്ട് നടക്കും, അത്ര തന്നെ. അപ്പോ ഒരു കുട്ടീനെ കെട്ടിച്ചയക്കാ പറഞ്ഞാലേ ശരിക്കൊരു 10-20 ലക്ഷമൊക്കെ വരില്ലേ? പിന്നെ 20 ലക്ഷം സ്വർണത്തിന് തന്നെ എത്രയായി എന്റെ സീത? എന്താ നീ അറിയാത്ത പോലെ പറഞ്ഞു? ഒരു കുട്ടീനെ കെട്ടിച്ചു വിടുക പറഞ്ഞ നിസ്സാര പണിയാ. സ്വർണ്ണൊക്കെ ഈ വിലക്ക് നിൽക്കും തോന്നുന്നുണ്ടോ? കൊല്ലം കൂടുന്നൊരു കൂടുതലേ. അപ്പൊ ഓഡിറ്റോറിയത്തിന് എത്രയെന്നാ കരുതിയത്? 60,000 ഉറുപ്പ്യായി. അത് എണ്ണയാണ്ട് കൊടുക്കണേ. എന്തെങ്കിലൊക്കെ വഴി ഇങ്ങനെ കാണൂല്ലേ? അങ്ങനെ കാണും. ഞാൻ വന്നതേ സുധേട്ടാ, ഒരു ചതി പറ്റി എന്താ വെച്ചാല്, ഈ കല്യാണത്തിന്റെ അന്നേ ഞങ്ങളുണ്ടാവില്ല. സുമിത്രയുടെ ചേട്ടത്തിന്റെ മോളുടെ കല്യാണം. ഞങ്ങളിപ്പോ അന്നൊന്നും പറയാണ്ടാണ്
അപ്പോ എന്നാ അവരെ പറഞ്ഞയച്ചിട്ട് ശീതളം തലേ ദിവസമെങ്കിലും ഇവിടെ നിന്നിട്ട് പോന്നേ. അവൻ ഞാൻ നോക്കാം, പക്ഷെ എങ്ങനെ അല്ല അത് ശരിയാ, കുടുംബക്കാരുടെ കാര്യത്തിന് നമ്മൾ തന്നെ വേണല്ലോ അല്ലെ. ഞാനപ്പോ ഇത് വേറൊന്നല്ല, വേറൊന്നും കരുതാൻ വേണ്ട. ഞാൻ വന്നേ കല്യാണത്തിന് പറയാ ഇരിക്കട്ടെ. അല്ല ഞാനത് ഞങ്ങള് മനസ്സിൽ ഇവന്റെ ഒന്നും കാര്യാക്കണ്ട. അപ്പൊ ഞാൻ അങ്ങടെ ഇറങ്ങാം. അപ്പൊ എല്ലാം ഭംഗിയാവട്ടെ. പ്രാർത്ഥന ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുക വെച്ചാൽ ഞാൻ ഒന്ന് അതിന്റെ ഇടയ്ക്ക് ഇറങ്ങും ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, എന്തായാലും ഒന്നുമില്ല. അല്ല കുടിക്കാൻ വെള്ളം ഒന്നും വേണ്ട. ഞാനിപ്പോ പോണ അവരൊക്കെ റെഡി ആയിരിക്കാണ്. അതെ കേട്ടോ. അപ്പൊ അങ്ങനെ ആവട്ടെ കേട്ടോ. ശരി ചേച്ചിയോടൊക്കെ പറയൂട്ടോ. പറയാം. എന്നാ ശരി കേട്ടോ. ശരി ആയിക്കോട്ടെ. എടി കവറിന് കനൊന്നുമില്ലല്ലോ, ഇതില് കാശ് കുറവാന്നാണ്. അല്ല അവനെ അർക്കീസ് ചെയ്തളെന്ന് എല്ലാരും വിളിക്കേ. അവന്റെയും പ്യാരിയുടെയും പെങ്ങളുണ്ട്, അവളുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ 250 ഉറുപ്പ്യ വെച്ച്. അവന്റെ സ്വഭാവം അനുസരിച്ച് ഇതിലൊരു 300 കാണും ചിലപ്പോ. വാതിലടയ്ക്കാൻ നോക്കടി, പോവാൻ നോക്കാം നമുക്ക്. 4000 ഉണ്ടല്ലോ. എന്തേ 4000 രൂപ ഉണ്ടെന്നേ. ഇതെന്താ അവന് പറ്റി? അല്ലടി, ഞാൻ അവന്റെ ഭാര്യയുടെ ചേച്ചിയുടെ കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കാൻ വെച്ച കാശ് എങ്ങനെ മാറിപ്പോയോ? നീ അത് മടക്കി കയ്യിലേക്ക് വാതിലടക്കി പോവാ. 4000. ഏടത്തി നീ വന്നു. എന്താടാ പുറകെ കൂടെ വരണേ? ഇപ്പൊ മുഴുവൻ പിൻവാതിൽ നിയമനം അല്ലേ, പുറകെ കൂടി വരാന്ന് കരുതി. പാറു, നീ എന്താ ക്ലാസ്സിൽ പോയില്ലേ? ആണാ? എന്താ കഴിക്കണത്? ആ വേഗം തിന്നി. എന്താ എടുത്തി? എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയ? നിനക്ക് അറിഞ്ഞൂടെ പ്യാരി ഇവിടുത്തെ കാര്യങ്ങള്? ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ മോട്ടോർ കേടായിട്ട് ഞാൻ അങ്ങനെ പുറകെ നടക്കുകയാണ്. മോട്ടർ കേടായെങ്കിൽ ഒരു മോട്ടർ നന്നാക്കി മേടിച്ചു വെക്കെ ചെയ്താ പോരെ? എടാ അത് നന്നാക്കാൻ പറ്റൂല, 15 വർഷമായ മോട്ടറാണ്. വേറെ മേടിച്ചു വെക്കണം. മേടിച്ചു വെക്കണം. എന്നിട്ട് അങ്ങേര് ചെയ്താ എന്താണെന്നറിയാമോ? എന്താ പൈസ ഇല്ലേ? പൈസ ഇല്ലെന്നോ? ആ പൈസ എടുത്തോണ്ട് അങ്ങേര് പോയേക്കുവാ സുഗതേട്ടന്റെ കല്യാണത്തിന്, മോളുടെ കല്യാണത്തിന് കൊടുക്കാനായിട്ട്, ഗിഫ്റ്റ് കൊടുക്കാൻ. സുഗതേട്ടന്റെ മോളുടെ കല്യാണം അടുത്ത ഞായറാഴ്ചയാണല്ലോ. അയ്യോ നിന്ന് പോണ എന്തിനാണ്? എടാ ഈ 10 വയസ്സായ കൊച്ച് ഇത് എന്നോ കല്യാണം കഴിക്കാൻ പോണ കൊച്ച്, അതിന് അന്ന് ഡബിൾ ആയിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ കവറുമായിട്ട് പോയേക്കാ സുഗതേട്ടന്റെ മോളെ കല്യാണത്തിന്. കല്യാണം കൂടി പൈസ വെക്കാൻ പോയേക്കാണ്. അതിന് പോയേക്കാണ് അയാൾ. 15 കൊല്ലം കഴിഞ്ഞ് നടക്കണ ഒരു സംഭവത്തിന് കവറും കൊണ്ട് പോയേക്കുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുകയാണ്, 10 കൊല്ലം കഴിയുമ്പോ ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടാൻ. അത് തന്നെ ഞാനും ചോദിക്കണേ. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടാൻ പോയേക്കാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഈ മോട്ടോർ കേടായിട്ട് ഒരാഴ്ചയായി ഞാൻ കിണറിൽ നിന്ന് വെള്ളം കോരി ഈ വീട്ടിലെ സകല പണിയെടുക്കുന്നത്, അറിയാമോ? മോട്ടറിന്റെ കാര്യത്തിന് സമാധാനം ഉണ്ടാക്കാം. ഈ പുള്ളിനെ എങ്ങനെ നന്നാക്കുന്ന ചേച്ചി പറയണ? പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയ കാലത്ത് ഇത് തന്നെയാണ് പണി. ഒരു ബബിൾക്കം മേടിക്കും, എന്നിട്ട് പുള്ളി ചവച്ചിട്ട് ഒരു പോസ്റ്റ് വരെ നടക്കും. എന്നിട്ട് ഒരു പോസ്റ്റ് കഴിയുമ്പോൾ എനിക്ക് തരും, അത് ഞാൻ ചവക്കും. എന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് തരണമെങ്കിൽ അതിന്റെ മധുരം പോയാലേ തരുള്ളൂ. ഇത് ഞാൻ എന്തരം അനുഭവിച്ചതാണ്. എന്നിട്ട് ഇന്ന് വരെ അങ്ങേർക്ക് ഒരു മാറ്റം വന്നോ? ഇപ്പോഴും അത് തന്നെ. കെട്ടിയ ആള് പോലെ ഞാൻ സഹിക്കാണ്. എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണ്ടേ? അങ്ങേരെ ജീവിതം കളയുന്നു, നമ്മളെയും കൂടെ ആ നരകത്തിലോട്ട് വലിച്ചിട്ടേക്കോ. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സംസാരിക്കാൻ സമാനമായിട്ട് ഇരിക്കും. എല്ലാത്തിനും ഒരു പരിധി വേണം പ്യാരി. അതെ വന്നല്ല. നീ പോന്നു? ഞാൻ വന്നിട്ട് 10-40 കൊല്ലമായി. എന്താ അങ്ങനെ ഒരു പറയും? എന്താ ചെയ്തല്ലേ കേക്കണ? എന്താണിത്? എന്ത്? ഞാൻ വീട് പണയം വെച്ചാ എന്താ സംഭവം? ഇവിടെ മോട്ടർ ചീത്തായിട്ട് കുറെ കാലം എന്ന് പറഞ്ഞാൽ ആ മോട്ടർ ഒന്ന് മാറ്റി വെച്ചു കൊടുത്തൂടെ? ഇപ്പൊ ചേച്ചി ആ കിണറ്റിന്ന് വെള്ളം കോരി നടുപൊടിയാണ്. എന്താ തീരുമാനത്? അമ്മേ, നമ്മളെ രണ്ടാളെയും കുളിപ്പിക്കാനും നമ്മളൊക്കെ കുടിപ്പിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അലക്കാനും മുഴുവൻ വെള്ളം കോരി കൊണ്ടുവരുന്നത് എവിടെ കൊണ്ടുവന്നിരുന്നത്? അപ്പൊ മോട്ടർ ഉണ്ടായിരുന്നാ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് 10 സെന്റ് സ്ഥലം അച്ഛന് മേടിക്കാൻ പറ്റി. ഇത് മോട്ടർ, മിക്സി, ഫ്രിഡ്ജ്, ഫാന്, ഇതിന്റെ ഒക്കെ കറണ്ട് കാശും പിന്നെ എവിടുന്നാണ് ഒരു സമ്പാദ്യം ഉണ്ടാവും ഒരു മനുഷ്യന്? ആ മോട്ടർ 10 ദിവസമൊക്കെ ഒരു കേടൊക്കെ വരും. അപ്പൊ വെള്ളം കോരണം. തീറ്റയും തിന്നണ്ട, അപ്പൊ ക്ലോസറ്റിലും വെള്ളം ഒഴിക്കണ്ടല്ലോ. അപ്പൊ അതും ലാഭമല്ലേ? അതെ, ഒന്നും ചെയ്യണ്ട.
ചേട്ടൻ ഈ പണ്ട് പടോടിയ കാലത്തെ കാര്യങ്ങൾ പറയല്ലേ. ഇപ്പൊ എവിടെ പോയതാണ്? ഞാൻ ആ സുഹൃത്തിന്റെ മോളുടെ കല്യാണം അവിടെ നിന്ന് പോയി. സൂതേരന്റെ മോളുടെ കല്യാണം ഞായറാഴ്ച അല്ല, അതിന് വെള്ളിയാഴ്ച പോണതിനാണ്. നമ്മളായിട്ട് എന്ത് ബന്ധം അയാള്? വീട്ടില് മോട്ടർ വാങ്ങാൻ പറ്റാണ് കാശ് എടുത്തിട്ടാണ് 15 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കണ മോളുടെ കല്യാണത്തിന് ഇൻവെസ്റ്റ് ചെയ്യണത്. നിനക്കിപ്പോ ഈ കല്യാണത്തിന്റെ സമയത്ത് മാത്രമേ മോട്ടറിന്റെ കാര്യം ഓർമ്മ വന്നുള്ളൂ? ഇതുവരെ ഓർമ്മ ഉണ്ടായില്ലേ? ആ സുഹൃത്തേട്ടന്റെ മോളുടെ കല്യാണത്തിന് 4000 രൂപ കൊണ്ടുവച്ചത് ഇവൾക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നിങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് അയാൾ 250 രൂപയല്ലേ വെച്ചുള്ളൂ. അപ്പൊ ഒരു 500 വെച്ചാ പോരെ? ഇത് ചോദിക്ക അത് ശരിയല്ലേ? ശരിയല്ലേ? ശരി, രണ്ടാളൊന്നും. ഇപ്പൊ ശീതളേട്ടൻ 4000 രൂപ അയാൾക്ക് കൊണ്ടുപോയി വെച്ച് അയാൾ 8000 തരുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഇനി ഇവളുടെ കല്യാണം വരെ അയാൾ ജീവിച്ചിരിക്കോ ചത്തുപോകോ ഇത് ആർക്കറിയാൻ പറ്റും? വെറുതെ ഇപ്പൊ രാന്ത് കാണിക്കാണ്. എടാ അങ്ങനൊക്കെ ചിന്തിച്ചാ വല്ലതും നടക്കുവോ? അയാൾക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണ നേരത്തിന് അവനവന്റെ മോളുടെ പേരിൽ ഒരു 10 സെന്റ് ഭൂമി മേടിച്ചിട്ട് അവളുടെ കാലം വരുമ്പോ അത് വിറ്റാ പോരെ? 4000 രൂപ. 4000 രൂപക്കല്ല, 4000 രൂപ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ട് പൈസ ആവുമ്പോ മേടിച്ചാ മതി. നമ്മ ഇന്ന് ജീവിക്കണ്ടേ? ആ കാലത്ത് ജീവിക്കാൻ വേണ്ടി ഇന്നത്തെ ജീവിതം നശിപ്പിക്കണ. ചേച്ചി വീട്ടിലോട്ട് പോകുന്നാ പറയണത്. ഇനി സഹിക്കാൻ പറ്റൂലത്രേ. അവനവന്റെ കുടുംബവും സംഭവവും സമാധാനവും നോക്കണ്ടേ?